Good afternoon. Good afternoon, ma'am. Okay. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഡയാലിസിസ് എന്താണ്, പിന്നെ ഒരു ഡയാലിസിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. നമ്മൾ 3 ഫാക്ടേഴ്സ് ആണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു അത്? ഒന്ന് ബോഡി സൈസ് അല്ലെ, ഒന്നാമത്തെ എന്താണ് ബോഡി സൈസ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി അല്ലെ, ഒരു ബോഡിയിലുള്ള മാലിന്യങ്ങളുടെ അളവ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് അല്ലെ, നിലവിലെ ആ രോഗിയുടെ ഹെൽത്ത് സ്റ്റേറ്റ്. ഇതിനെ മൂന്നിനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് നമ്മൾ നിർണ്ണയിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്. ഓർമ്മയുണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു? ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അതുപോലെ തന്നെ ESKD അല്ലെ, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസസ്. പിന്നെ നമ്മൾ പറഞ്ഞത് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസുകൾ കണ്ടിരുന്നു. പിന്നെ തുടങ്ങിയത് നമുക്ക് ഡയാലിസിസ് പ്രധാനമായിട്ടും 2 ടൈപ്പാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഹീമോ ഡയാലിസിസും അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസും. ഓക്കെ, ഹീമോ ഡയാലിസിസ് എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ബ്ലഡ് നമ്മൾ പൂർണ്ണമായിട്ടും വെളിയിലോട്ട് എടുക്കുകയാണ് അല്ലെ. അതിനുശേഷം നമ്മൾ ഒരു ഡയാലിസിസ് മെഷീനിലൂടെ കടത്തിവിടുകയും പ്യൂരിഫൈ ചെയ്ത് ബ്ലഡിനെ നമ്മൾ ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുന്നു. അതാണ് ഹീമോ ഡയാലിസിസ്. അപ്പൊ അങ്ങനെ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ബ്ലഡിനെ നമുക്ക് വെളിയിലോട്ട് കൊണ്ടുവരണം അല്ലെ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ വേ ടു ഗെറ്റ് ദ ഡിസൈർഡ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ഫോർ ഹീമോ ഡയാലിസിസ്. അത് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് AV ഫിസ്റ്റുല, 2 AV ഗ്രാഫ്റ്റ്, 3 വാസ്കുലർ ആക്സസ് കത്തീറ്റർ. AV ഫിസ്റ്റുല നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പഠിച്ചു നോക്കിയോ എല്ലാവരും? അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുലയാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ എന്താണ് സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. ആ ചിത്രം നോക്കി നിങ്ങൾക്ക് കാണാൻ അറിയാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നോക്കൂ, ഇതൊരു ആർട്ടറിനെയും വെയിനെയും തമ്മിൽ നമ്മൾ ജസ്റ്റ് ഒരു സർജറിയിലൂടെ അവയെ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യാണ് അല്ലെ. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഇതിന് നമ്മൾ AV ഫിസ്റ്റുല എന്നാണ് പറയുക കേട്ടോ. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ടോ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യും? ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യും. ഉണ്ടോ, ഇവിടുന്ന് ഹൈ ഫ്ലോയില് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഹൈ ഫ്ലോയില് ഹൈ റേറ്റില് ഇവിടെ ബ്ലഡ് വരുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു നീഡിൽ വെച്ച് നമ്മൾ ഒരു നീഡിൽ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് ബ്ലഡിനെ എങ്ങോട്ടേക്ക് കടത്തിവിടും? മെഷീനിലോട്ട് കടത്തിവിടും. ഓക്കെ, മെഷീനിൽ നമുക്കറിയാം ഡയാലിസർ എന്ന് പറയുന്ന ഒരു പ്യൂരിഫയർ ഉണ്ട്. അതിലൂടെ ബ്ലഡ് കടന്നു പോകുന്നു. അതിനുശേഷം പ്യൂരിഫൈ ചെയ്ത ബ്ലഡിന് അതേ ഫിസ്റ്റുലയിലൂടെ തന്നെ നമ്മൾ ശരീരത്തിനകത്തേക്ക് കയറ്റിവിടും. ഇതാണ് എന്ത്? AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് വായിക്കാം കേട്ടോ. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല നോക്കാം. An AV fistula is a surgical connection between an artery and a vein. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ an artery and a vein. കേട്ടോ, ഒരു ആർട്ടറിയും വെയിനും തമ്മിലുള്ള ആ ഒരു സർജിക്കൽ കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, often a fistula is created in the arm if the arteries in the arm are not large or healthy enough. It can also be put in the leg. അപ്പൊ സാധാരണ നമ്മൾ AV ഫിസ്റ്റുല എവിടെയായിരിക്കും ചെയ്യുക? നമ്മുടെ കൈയിലാണ് നമ്മൾ ചെയ്യുക. ആമിന്റെ കേട്ടോ, നമ്മുടെ കൈ തണ്ടെങ്കിൽ നമ്മുടെ കൈകളിലാണ് സാധാരണ നമ്മൾ AV ഫിസ്റ്റുല ചെയ്യാറ്. പക്ഷെ നമുക്ക് ഈ പറയുന്ന പ്രൊസീജിയർ
എവിടെയും നമുക്ക് ചെയ്യാം, ലെഗിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ആർട്ടറീസ് അത്ര ഹെൽത്തി അല്ല എന്ന് വിചാരിക്കും, നമ്മുടെ കൈകളിലുള്ള ആർട്ടറീസ് അത്ര ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു പ്രൊസീജിയറിൽ എവിടെ ചെയ്യാം, കാലിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ കൂടുതൽ പ്രയോറിറ്റി ഇവിടെ തന്നെയാണ്, കയ്യിലാണ് നമ്മൾ പൊതുവെ ചെയ്യുക. അവിടെ എന്തെങ്കിലും കാരണവശാൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എവിടെ ചെയ്യുന്നത്, കാലിലൂടെ ചെയ്യും. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ ആക്സസ് സൈറ്റ്. അതൊന്നും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ ആക്സസ് സൈറ്റ് ആസ് ഇറ്റ്സ് ഫോംഡ് ഫ്രം ബ്ലഡ് വെസൽസ്. അല്ലെ, കാര്യം എന്താണ്, ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് സൈറ്റ് ആണ്. എന്തുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് സൈറ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ നമ്മള് പുറത്തുനിന്ന് ഒരു മെറ്റീരിയൽ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നില്ല, അല്ലെ. ജസ്റ്റ് ഒരു ആർട്ടറിനെയും വെയിനെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സർജറിയിലൂടെ പരസ്പരം കണക്ട് ചെയ്യുന്നു. അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ട്യൂബോ മറ്റെന്തെങ്കിലും ഡിവൈസോ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്താന്ന് പറയുന്നത്, ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ആക്സസ് സൈറ്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്, ആസ് ഇറ്റ്സ് ഫോംഡ് ഫ്രം ബ്ലഡ് വെസൽസ് ആൻഡ് ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. അതുപോലെ തന്നെ ഇതിന് ഒരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഫെക്ഷൻ വരാനും ക്ലോട്ടിങ്ങിനുള്ള ചാൻസ് ഒക്കെ വളരെയധികം എന്താണ്, കുറവാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ ഇത്രയേ ഉള്ളൂ. AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ. ആർട്ടറിനും വെയിനും ഇടയിലുള്ള ഒരു സർജിക്കൽ കണക്ഷനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത്, AV ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇസ് എ നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. കാര്യം എന്താണ്, ആസ് ഇറ്റ്സ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് വെസൽസ്. നമ്മൾ പുറത്തുനിന്ന് യാതൊരു മെറ്റീരിയലും അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. പിന്നെ പറയാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, it can be used for the long term hemodialysis. എന്താണ്, it can be used for a long term hemodialysis. നമുക്ക് ദീർഘകാലത്തേക്ക് ഈ പറയുന്ന ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ആക്സസ് സൈറ്റ് ഏതാണ്, അത് ഈ പറയുന്ന AV ഫിസ്റ്റുലയാണ്. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞ കാര്യം, ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. അല്ലെ, ഇൻഫെക്ഷനും അതുപോലെ ക്ലോട്ടിങ്ങും വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? AV ഫിസ്റ്റുല നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ എന്താ പറയാ വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് AV ഗ്രാഫ്റ്റ് കേട്ടോ. എന്താണ് AV ഗ്രാഫ്റ്റ്? ഓക്കെ, നമ്മള് കാർഡിയോളജി പറഞ്ഞപ്പോ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അല്ലെ? കാഡ്ജ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്, അതായത് ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു ട്യൂബാണ്. അതാണ് നമ്മൾ പൊതുവെ ഗ്രാഫ്റ്റ് എന്നാണ് അതിന് പറയാ കേട്ടോ. അപ്പോ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പിക്ചറിൽ നോക്കിയേ, ഇതും എന്താണ്, ഒരു കണക്ഷൻ തന്നെയാണ്, അല്ലെ? നോക്ക്, ഇവിടുത്തെ ഒരു ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മൾ എന്തിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്? ത്രൂ എ ഗ്രാഫ്റ്റ്. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ് കേട്ടോ. അതായത് ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു ട്യൂബാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, നമ്മൾ ആർട്ടറിയെയും അതുപോലെ ഈ വെയിനെയും പരസ്പരം എന്തിലൂടെ കണക്ട് ചെയ്യുന്നത്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് അഥവാ ഗ്രാഫ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്പരം കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല്, നമ്മുടെ ആർട്ടറിയിൽ നിന്ന് ഹൈ ഫ്ലോയില് അതുപോലെ തന്നെ ഹൈ പ്രഷറില് ബ്ലഡ് വരുന്നുണ്ടാവും, അല്ലെ? ആ ഒരു ബ്ലഡ് ഈ ഗ്രാഫ്റ്റിലൂടെ എങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെയിനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ആർട്ടറിയിൽ നിന്ന് വരുന്ന ഹൈ പ്രഷർ ഹൈ ഫ്ലോയില് ബ്ലഡ് വരുന്നുണ്ട്. അത് ത്രൂ ദിസ് ഗ്രാഫ്റ്റ്, ഗ്രാഫ്റ്റിലൂടെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെയിനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇവിടെ അതൊരു ഫ്ലോ റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ നല്ല എമൗണ്ടില് ഹൈ പ്രഷറിൽ ഹൈ ഫ്ലോയിൽ ഇങ്ങനെ ബ്ലഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ഫിസ്റ്റുലേനെ കണക്ട് ചെയ്തില്ലേ, അതുപോലെ നമ്മൾ ഇവിടെ ഒരു നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലൂടെ ഇങ്ങനെയൊക്കെ പാസ് ചെയ്തു പോകുന്ന ബ്ലഡ് നമ്മൾ ഈ നീഡിൽ കുത്തി അതിലൂടെ ബ്ലഡിനെ പുറത്തേക്ക് എടുത്ത് ഡയാലിസിസ് മെഷീനിലൂടെ കടത്തി വിടുകയും അവിടെ നിന്ന് ഡയാലിസറിലൂടെ അത് കടന്നു പോകുന്നു. പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ഇതേ ഗ്രാഫ്റ്റിലൂടെ തന്നെ നമ്മൾ ശരീരത്തിനകത്തോട്ട് കയറ്റി വിടുന്നു. ഓക്കെ, ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് എന്ത് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ.
കണക്ഷൻ ഉണ്ട് അല്ലെ. ഇവിടെ നമ്മളൊരു ഹോളോ സിന്തറ്റിക് എന്താ പറയാ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ആർട്ടറിയെ വെയിനുമായിട്ട് കണക്ട് ചെയ്തു. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എ വി ഗ്രാഫ്റ്റും നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഇറ്റ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ്. ഈ പറയുന്ന എ വി ഗ്രാഫ്റ്റും നമുക്ക് ലോങ് ടേം ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എ വി ഫിസ്റ്റുല പോലെ തന്നെ നമുക്ക് ഒരു ലോങ് ടേം ഹീമോഡയാലിസിസിന് എ വി ഗ്രാഫ്റ്റും നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ ഇൻഫെക്ഷന്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഏറ്റവും കുറവ് ഏതിലാണെന്ന് വെച്ചാൽ അത് എ വി ഫിസ്റ്റുലയിലാണ് ഏറ്റവും കുറവുള്ളത്. പക്ഷെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എ വി ഗ്രാഫ്റ്റില് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് സ്വല്പം കൂടുതലാണ് കേട്ടോ. അത് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. പക്ഷെ ഒരുപാട് ഉണ്ടെന്നല്ല പറയുന്നത്, ഫിസ്റ്റുലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ക്ലോട്ടിങ്ങിനുള്ള ചാൻസ് അല്പം ഇവിടെ കൂടുതലുണ്ട്. കാര്യം ഇതൊരു നാച്ചുറൽ ആക്സസ് ആയിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ പുറത്തുനിന്നുള്ള ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബിലൂടെയാണ് ഇവയെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഫിസ്റ്റുലെ അപേക്ഷിച്ചതിന് സ്വല്പം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ നമ്മൾ വെയിൻ വളരെ വീക്ക് ആണെന്ന് ഇരിക്കട്ടെ. അതായത് നമ്മളിപ്പോ എ വി ഫിസ്റ്റുല ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന വെയിൻ വളരെ വീക്ക് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അടുത്ത ഓപ്ഷൻ ആണ് എന്ത്? എ വി ഗ്രാഫ്റ്റ് എന്നാണ്. പൊതുവെ എപ്പോഴും എന്തിനും പ്രയോറിറ്റി കൊടുക്കുക? എ വി ഫിസ്റ്റുലയ്ക്ക് തന്നെയാണ് കൊടുക്കുക. പക്ഷെ അവിടുത്തെ വെയിൻ വളരെയധികം വീക്കാണ്, നമുക്ക് ഫിസ്റ്റുല ചെയ്യാനായിട്ടുള്ള ഒരു നിവൃത്തി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ എ വി ഗ്രാഫ്റ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ പിന്നെ നമുക്ക് വായിക്കാം കേട്ടോ. നോക്കുക, എ വി ഗ്രാഫ്റ്റ്, an arteriovenous graft is a kind of access used for hemodialysis. Okay, the graft is normally placed in the arm but may be placed in the leg if needed. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, പൊതുവെ നമ്മൾ കൈകളിൽ തന്നെയാണ് ചെയ്യുക. പക്ഷെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവിടെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെയ്യത്? കാലിൽ ചെയ്യും. ഓക്കെ, ഇനി നോക്കാം. An AV graft is the connection of a vein and an artery that uses a hollow synthetic tube that is called a graft. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, the vascular access site in which an artery and vein is connected through a hollow synthetic tube. ഏത് ടൈപ്പ് ഓഫ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണത്? എ വി ഗ്രാഫ്റ്റ് ആണ്. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അപ്പൊ നോക്കാം, വൺ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു എൻ ആർട്ടറി. ഇതാണ് നമ്മുടെ ട്യൂബ്. ഓക്കെ, വൺ എൻഡ് അല്ലെ, ഒരു എൻഡ് നമ്മൾ അറ്റാച്ച്ഡ് ടു എൻ ആർട്ടറി ആൻഡ് ദ അതർ എൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു വെയിൻ. കണ്ടോ, വെയിനുമായിട്ട് കണക്ട് ചെയ്തു. This connection results in blood flowing from the high pressure artery through the graft and into the low pressure vein. കണ്ടോ, അപ്പൊ ഈ ഗ്രാഫ്റ്റിലൂടെ ആർട്ടറിയിൽ നിന്നും ഹൈ പ്രഷറിൽ ഹൈ ഫ്ലോയിൽ വരുന്ന ബ്ലഡ് ഈ ഒരു ഗ്രാഫ്റ്റിലൂടെ എങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്? ലോ പ്രഷർ ഉള്ള ലോ ഫ്ലോയിലോട്ടുള്ള വെയിനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. Consequently, the blood flow through the graft provides a flow rate that will supply enough blood to provide a suitable hemodialysis treatment. കണ്ടോ, അപ്പൊ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്ലോ റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടേക്കാണ് നമ്മൾ ഡയാലിസിസ് മെഷീനെ കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഹീമോഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഇനി an AV graft provides a solution for the small or weak veins. കേട്ടോ, പൊതുവെ നമ്മൾ എ വി ഗ്രാഫ്റ്റ് എപ്പോഴാ ചെയ്യാന്നറിയോ? വളരെ സ്മോൾ ആയിട്ടുള്ള വളരെ വീക്ക് ആയിട്ടുള്ള വെയിൻ ആണ് പേഷ്യന്റിനുള്ളതെങ്കിൽ നമ്മൾ അവിടെ ഫിസ്റ്റുല അല്ല പൊതുവെ ചെയ്യുക. എന്തായിരിക്കും ചെയ്യുക? എ വി ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നുണ്ടാവുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നേരിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് മുഖേനയാണ് നമ്മൾ എന്ത് ചെയ്യുക? എ വി ഈ പറയുന്ന വീക്ക് ആയിട്ടുള്ള വെയിൻസ് ഒക്കെ ആണെങ്കിൽ എ വി ഗ്രാഫ്റ്റ് ആണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? ഫിസ്റ്റുല മനസ്സിലായിട്ടുണ്ട്, എ വി ഗ്രാഫ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് കേട്ടോ, മൂന്നാമത്തെ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ് കേട്ടോ. എന്താണ് വാസ്കുലർ ആക്സസ് കത്തീറ്റർ? അപ്പൊ അതിനെ പറ്റി പറയുകയാണെങ്കിൽ കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് കേട്ടോ. ഏറ്റവും വളരെ നാരോ ആയിട്ടുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബാണ്. അതിനെയാണ് നമ്മൾ കത്തീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ വാസ്കുലർ ആക്സസ് കത്തീറ്റർ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം പറയണം. അതായത് നമ്മളിപ്പോ എ വി ഫിസ്റ്റുല ചെയ്യുകയാണെങ്കിൽ, എ വി ഫിസ്റ്റുല രണ്ടും എ വി ഫിസ്റ്റുല ആണെങ്കിൽ എ വി ഗ്രാഫ്റ്റ് ആണെങ്കിൽ എല്ലാം സർജിക്കൽ കണക്ഷൻ ഉണ്ട്.
സോ AV ഫിസ്റ്റുല ചെയ്യുകയാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാര്യം എന്താണ്, നമ്മളൊരു സർജറിയിലൂടെയാണ് ഇതിനെ പരസ്പരം കണക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു മുറിവ് ഉണങ്ങി ആ ഒരു AV ഫിസ്റ്റുല സ്റ്റേബിൾ ആവാനായിട്ട് കുറച്ച് കാലതാമസം എടുക്കും. അപ്പൊ ഒരു 3-4 മാസങ്ങൾ എന്തായാലും അതിനെടുക്കും. അതിനുശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഫിസ്റ്റുലയിലൂടെ ഹീമോ ഡയാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതേപോലെ AV ഗ്രാഫ്റ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെയും AV ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഏകദേശം ഒരു 3-4 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ 2 കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫിസ്റ്റുലയ്ക്കും ഗ്രാഫ്റ്റിനും. ഇനി ഇൻ കേസ് ഒരു പേഷ്യന്റ് വളരെ സീരിയസ് ആയിട്ട് ഒരു പേഷ്യന്റ് വരികയാണ്, അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന AV ഫിസ്റ്റുല ചെയ്യാനും AV ഗ്രാഫ്റ്റ് ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങാനും അത്രയും കാലതാമസം നമുക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. പെട്ടെന്ന് തന്നെ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ ലൈഫ് വളരെ ക്രിട്ടിക്കൽ ആവുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് വാസ്കുലാർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത സമയങ്ങളിൽ പെട്ടെന്ന് നമുക്കൊരു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാസ്കുലർ ആക്സിസ് ആയിട്ട് ഏതാണ്? അതാണ് ഈ പറയുന്നത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സാധാരണ എങ്ങനെയും ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് ഉണ്ടല്ലോ, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് ചെറിയൊരു സർജറിയിലൂടെ ആണ് നമ്മൾ ആ ഒരു കത്തീറ്റർ കയറ്റിവിടാണ്. എന്നിട്ട് അതിലൂടെയാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെതായ ചില റിസ്ക് ഉണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കത്തീറ്റർ വെച്ച് ചെയ്യുമ്പോഴേ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ടെമ്പററി വാസ്കുലർ ആക്സസ് ആയിട്ട് മാത്രമാണ്, അതായത് താൽക്കാലികമായിട്ട് നമുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാസ്കുലർ ആക്സസ് ആയിട്ടാണ് ഏതെന്ന് പറയുന്നത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ വാസ്കുലർ ആക്സസ് കത്തീറ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറുകളും അതിനോടൊപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാര്യം അതാണ് നമുക്ക് ഏറ്റവും പെർമനന്റ് ആയിട്ടും അല്ലെങ്കിൽ ലോങ് ടേം ഹീമോഡയാലിസിസ് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഫിസ്റ്റുലയും ഗ്രാഫ്റ്റ് ആണ്. അപ്പൊ അതിന് സമയം എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ വാസ്കുലർ ആക്സസ് കത്തീറ്റർ ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് ഏകദേശം 2-3 മാസങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഫിസ്റ്റുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ കാര്യങ്ങൾ? അപ്പൊ ഇനി വായിക്കാം കേട്ടോ. വാസ്കുലർ ആക്സസ് കത്തീറ്റർ. It is a flexible tube that is placed in a large vein, usually in liver neck, only for short-term hemodialysis. Underline ചെയ്ത് വെക്കാം കേട്ടോ. ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ സാധാരണ നമ്മളൊരു ലാർജ് വെയിനിലോട്ടാണ്, നമ്മുടെ ഈ നെക്കിന്റെ ഭാഗത്ത് വരുന്ന ആ ഒരു ലാർജ് വെയിനിലോട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? കത്തീറ്റർ, അതൊരു സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് അത് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് എന്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ? ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി നോക്കാം, if kidney disease has progressed rapidly, a patient may not have time for placement for an AV fistula or AV graft before beginning hemodialysis treatment. ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്. അതായത് AV ഫിസ്റ്റുല AV ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ കൊടുക്കുക? വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ 3 വാസ്കുലർ ആക്സസ് സൈറ്റുകൾ നിങ്ങൾക്ക് ഓക്കെ ആയോ? മനസ്സിലായോ? AV ഫിസ്റ്റുല എന്താണ്, AV ഗ്രാഫ്റ്റ് എന്താണ്, അതുപോലെ വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ക്ലിയർ ആയോ? ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിട്ടോ, ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കി. അപ്പോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്.
നമ്മളൊരു പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? AV ഫിസ്റ്റുലെ നമുക്ക് ഉപയോഗിക്കാം, AV ഗ്രാഫ്റ്റും ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ വിച്ച് വാസ്കുലർ ആക്സസ് സൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം AV ഫിസ്റ്റുലെ നമുക്ക് ഉപയോഗിക്കാം, AV ഗ്രാഫ്റ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ വിച്ച് വാസ്കുലർ ആക്സസ് സൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ്. ഓക്കെ, പിന്നെ വിച്ച് വാസ്കുലർ ആക്സസ് സൈറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ് ആൻസർ? AV ഫിസ്റ്റുലയാണ്. അതുപോലെ വിച്ച് വാസ്കുലർ ആക്സസ് സൈറ്റ് പ്രൊവൈഡ്സ് എ സൊല്യൂഷൻ ഫോർ ദ സ്മോൾ ഓർ വീക്ക് വെയിൻസ്? അല്ലെ, വെയിനുകൾ വളരെ വീക്ക് ആണെങ്കിൽ, സ്മോൾ ആണെങ്കിൽ നമ്മൾ ഏത് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് അവിടെ ഉപയോഗിക്കുക? AV ഗ്രാഫ്റ്റ് ആണ് ഉപയോഗിക്കുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മൾ അവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അത് പഠിക്കാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നെഫ്രോളജിസ്റ്റ് കേട്ടോ. ഓക്കെ, നെഫ്രോളജിസ്റ്റ് ആരാണെന്ന് നമുക്കറിയാം. നമ്മൾ നെഫ്രോളജി ഒക്കെ എവിടെ പഠിച്ചിട്ടുണ്ട്? കാർഡിയോളജിയിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ആരാണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാല്? എ ഡോക്ടർ ഹൂ സ്പെഷ്യലൈസസ് ഇൻ കിഡ്നി പ്രോബ്ലംസ് അല്ലെ. ഈ പറയുന്ന കിഡ്നി പ്രോബ്ലംസിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്? ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാല്? എ ഡോക്ടർ ഹൂ യൂട്ടിലൈസസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ടു എക്സിക്യൂട്ട് operations and performs the venous catheter placement procedure in a hospital or an outpatient center. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡയാലിസിസ് സെന്ററിലോ ഈ പറയുന്ന എന്താണ് വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റുകള് അത്തരം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമേജിംഗ് ടൂൾസുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ അല്ലെ, ഇമേജിംഗ് ടൂൾസ് ഉപയോഗിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞത്. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അൾട്രാസൗണ്ട് സ്കാനിങ്ങുകളും മറ്റുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഇമേജിംഗ് ടൂൾസുകൾ ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുക എന്തിനാണ് ഒരു റേഡിയോളജിസ്റ്റിനെ പറ്റി ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? നെഫ്രോളജിസ്റ്റിനെ പറ്റി മാത്രം പറഞ്ഞാൽ പോലെ ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ AV ഫിസ്റ്റുല ആണെങ്കിലും AV ഗ്രാഫ്റ്റ് ആണെങ്കിലും വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണെങ്കിലും ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താ? ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ഏതാണ്, ആർട്ടറി ഏതാണ്, അതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഓക്കെ, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ഏതാണ് അല്ലെങ്കിൽ ആർട്ടറി ഏതാണെന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഫിസ്റ്റുല ആയിക്കോട്ടെ ഗ്രാഫ്റ്റ് ആയിക്കോട്ടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ നമ്മൾ എങ്ങനെയാ അത് കണ്ടെത്തുന്നത്? ഈ വെയിന് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയും ഒക്കെ നമ്മൾ കണ്ടെത്തുന്നത് ഇത്തരത്തിലുള്ള റേഡിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ്. നമ്മുടെ ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങുകളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയും ഒക്കെ കണ്ടെത്തുന്നത്. അതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഫിസ്റ്റുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ റേഡിയോളജിസ്റ്റിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നോക്കുക, the patient gets the local anesthesia and sedation to be calm and relaxed in the course of this procedure. Okay, ഇപ്പൊ വാസ്കുലർ ആക്സസ് സൈറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതും ഒരു ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ. അതുകൊണ്ട് അത്തരം പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യൻസിന് ലോക്കൽ അനസ്തേഷ്യയാണ് കൊടുക്കുന്നത്. അവരെ റിലാക്സ് ചെയ്ത് സെഡേഷൻ കൊടുത്ത് അവരെ റിലാക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന പ്രൊസീജിയറുകൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം, venous catheters are not perfect for long term use. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ മൂന്നാമത് പറഞ്ഞ വാസ്കുലർ ആക്സസ് കത്തീറ്റർ ഒരു കാരണവശാലും നമുക്ക് ലോങ് ടേം യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം എന്താണ് കൂടുതലാണ്. ഓക്കെ, വിത്ത് എ വീനസ് കത്തീറ്റർ എ പേഷ്യന്റ് മേ ജനറേറ്റ് എ ബ്ലഡ് ക്ലോട്ട് ആൻഡ് ഇൻഫെക്ഷൻ ഓർ കോസ് ദ വെയിൻ ടു നാരോ. കണ്ടോ, ഒരു വീനസ് കത്തീറ്റർ ചെയ്യുമ്പോഴത്തെ ഒരു സൈഡ് ഇഫക്റ്റുകളാണ് അവരോട് പറഞ്ഞത് കേട്ടോ. അത് വെച്ചാൽ അവിടെ ബ്ലഡ് ക്ലോട്ട് ആവാനും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനും പോരാത്തതിന് ആ വെയിൻ ഇങ്ങനെ നാരോ ആയി പോകും, ഭയങ്കരമായിട്ട് വെയിൻ ചുരുങ്ങി പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്.
Okay. However, if a patient wants to start hemodialysis right away, a venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and an AV fistula or AV graft has time to mature. അതായത് അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നാൽ വേറെ നിവൃത്തിയില്ല, നമുക്ക് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അത് വെച്ച് നമുക്ക് ഏകദേശം ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങളൊക്കെ നമുക്ക് അത് വെച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഏതുവരെ? ഒന്നിലേക്ക് ഒരു AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് മെച്യൂർ ആവുന്നത് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തീറ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ആക്സസ് സൈറ്റിന് വേണ്ടിയിട്ട് ഫിസ്റ്റുലയോ ഗ്രാഫ്റ്റോ ചെയ്യാനുള്ള പ്രൊസീജിയർ തുടങ്ങും. അപ്പോൾ അത് മെച്യൂർ ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ പറയുന്ന വീനസ് കത്തീറ്റേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇനി പറയുന്നത് both the AV fistula and AV graft are outlined for long term hemodialysis treatment. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും രണ്ടും നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ലോങ് ടേം ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. ഓക്കെ. ഇനി people who get AV fistulas are healed and ready to begin hemodialysis 2 to 3 months after their surgery. 2 to 3 months എന്നുള്ളതും അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. AV ഫിസ്റ്റുല ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2-3 മാസങ്ങളാണ് കേട്ടോ. 2 to 3 months എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അടുത്തത് എന്താണ്? people who receive AV graft will be ready in 2 to 3 weeks. അത് വീക്സ് ആണ്, മാറിപ്പോയത് മറ്റേത് മന്ത്സും ഇത് വീക്സും ആണ്. ഓക്കെ. AV ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കത്തീറ്റേഴ്സ് ആർ ഔട്ട്ലൈൻഡ് ഫോർ ദ ഷോർട്ട് ടേം ടെമ്പററി യൂസ്. കത്തീറ്റേഴ്സ് പൊതുവെ നമ്മൾ ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഹീമോഡയാലിസിസും വാസ്കുലർ ആക്സസ് സൈറ്റുകളും കംപ്ലീറ്റ് ആകാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ. ഇതിനിപ്പോ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് പഠിക്കാം കേട്ടോ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഏതാണെന്ന് അറിയാമോ? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പോ ആദ്യം നമുക്ക് വായിക്കുന്നതിനേക്കാളും മുമ്പ് എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഹീമോഡയാലിസിസ് ആണ് അല്ലെ. അപ്പൊ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഹീമോഡയാലിസിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് നമ്മളെ ബ്ലഡ് ശരീരത്തിനകത്ത് വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്യൂരിഫൈ ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. മനസ്സിലായോ? ഹീമോഡയാലിസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബ്ലഡിനെ നമ്മൾ വെളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പെരിറ്റോണിയൽ ഡയാലിസിസിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ശരീരത്തിനകത്ത് വെച്ച് തന്നെ പ്യൂരിഫൈ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. മേജർ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അറിയേണ്ടത് എന്തുകൊണ്ടാണ് ആ പേരല്ലേ പെരിറ്റോണിയൽ? എന്താണ് ഈ പെരിറ്റോണിയ എന്ന് നമുക്ക് അറിയണം അല്ലെ. പെരിറ്റോണിയ എന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല, നമ്മുടെ വയറുണ്ടല്ലോ, നമ്മുടെ അബ്ഡോമൻ, നമ്മുടെ ഉദരം. ഓക്കെ. അവിടെയുള്ള അവയവങ്ങളെ എല്ലാം തന്നെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ്. ഓക്കെ. ഒരു സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു മെംബ്രെയിൻ ആണ് എന്ത്? പെരിറ്റോണിയം എന്ന് പറയുന്നത്. എനിക്ക് പിക്ചർ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. കണ്ടോ? ഇത് നമ്മുടെ അബ്ഡോമൻ ഏരിയ ആണ് അല്ലെ. ആ ഒരു ഭാഗത്ത് നമുക്കറിയാം നമ്മുടെ അബ്ഡോമൻ ഏരിയയിൽ എന്തൊക്കെ അവയവങ്ങളുണ്ട് നമുക്കറിയാം അല്ലെ. ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്, സ്റ്റൊമക്കിന്റെ ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം, ഓക്കെ, ഈ ഒരു നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിലെ ഓർഗൻസുകളെ എല്ലാം തന്നെ കവർ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. അതെ, ഇതാണ് ആ ഒരു മെംബ്രെയിൻ. ഒരു ഔട്ട്ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിറ്റോണിയം എന്ന് പറയുന്നത്. എന്താണ് പറയാ? പെരിറ്റോണിയം. ഓക്കെ. ഈ പെരിറ്റോണിയത്തിന് ഒരു കഴിവുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഈ പറയുന്ന ബ്ലഡിനകത്ത് ഇംപ്യൂരിറ്റീസുകള് അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയാ എക്സ്ട്രാ ഫ്ലൂയിഡുകള് അതിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു എന്താ പറയാ ഒരു എബിലിറ്റി ആർക്കുണ്ട്? പെരിറ്റോണിയത്തിനുണ്ട്. അപ്പൊ ആ ഒരു കഴിവാണ് നമ്മൾ ഈ ഒരു ഡയാലിസിസിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഹീമോഡയാലിസിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു.
പിന്നെ അറിയേണ്ടത് എന്താണ് പെരിറ്റോണിയം. നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിലെ അവയവങ്ങളെല്ലാം തന്നെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു മെംബ്രെയിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെരിറ്റോണിയത്തിന് നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങളെയും എക്സ്ട്രാ ഫ്ലൂയിഡിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു കഴിവാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? ഹീമോഡയാലിസിസ് ചെയ്തപ്പോഴും നമ്മളൊരു സർജറിയിലൂടെ വാസ്കുലർ എക്സസൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു സർജറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മുടെ വയറിന്റെ ഭാഗത്ത് ഒരു ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഒരു ചെറിയൊരു എന്താ പറയാ ഓപ്പണിംഗ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. എന്താണ് ഉപയോഗിക്കുന്നത്? ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ കത്തീറ്റർ ബാഗുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും നമ്മുടെ വയറിന്റെ ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഓപ്പണിംഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിലൂടെ കത്തീറ്റർ എന്താണെന്ന് അറിയാലോ? സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് കേട്ടോ. ഒരു കത്തീറ്റർ നമ്മൾ ഇതിനകത്ത് കൂടെ എന്ത് ചെയ്യാണ്? കയറ്റാണ്. അതായത് നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്ക് ഇതാണ് നമ്മുടെ പെരിറ്റോണിയത്തിന് നമ്മൾ പെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയും. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഈ കത്തീറ്റർ കയറ്റി വിടാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ കത്തീറ്ററിലൂടെ നമ്മൾ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് നിറയ്ക്കുകയാണ്. ഈ ഫ്ലൂയിഡ് നിറയ്ക്കുകയാണ് കേട്ടോ. ഡയാലിസേറ്റ് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഈ ഒരു കത്തീറ്ററിലൂടെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടാണ്. നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് കയറ്റിവിടാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മുടെ ഈ ഒരു അബ്ഡോമിനൽ ഏരിയയിലൂടെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നുണ്ട് അല്ലെ? അങ്ങനെ പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ബ്ലഡിനകത്ത് വരുന്ന ഇംപ്യൂരിറ്റീസും എക്സ്ട്രാ ഫ്ലൂയിഡുകളും ഈ പറയുന്ന എന്താ പറയാ ലിക്വിഡിനകത്തേക്ക്, ഈ പറയുന്ന ഫ്ലൂയിഡിനകത്തേക്ക് ആഗിരണം ചെയ്യപ്പെടാണ്, അബ്സോർബ് ചെയ്യപ്പെടാണ്. ആര് സഹായിക്കും? പെരിറ്റോണിയം സഹായിക്കും. പെരിറ്റോണിയത്തിന് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയുടെ ഭാഗത്ത് കൂടെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ബ്ലഡിലുള്ള എക്സ്ട്രാ ഫ്ലൂയിഡ്സുകളും മാലിന്യങ്ങളും ഈ ഒരു ഫ്ലൂയിഡിനകത്തേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. അതിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ എന്ത് ചെയ്യും? നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതിങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഫ്ലൂയിഡിനെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് അതേ സെയിം കത്തീറ്ററും അതേ സെയിം ബാഗ് ഉപയോഗിച്ച് നമ്മൾ ആ ഫ്ലൂയിഡിനെ പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് കളയാണ്. അപ്പൊ എന്താ സംഭവിച്ചേ? ശരീരത്തിനകത്ത് വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ്. ബ്ലഡിന് പുറത്തേക്കൊന്നും നമ്മൾ എടുക്കുന്നില്ല. ജസ്റ്റ് ഒരു ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് കയറ്റി വിടുന്നു. അപ്പൊ ഇതിലൂടെയൊക്കെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന മാലിന്യങ്ങൾ ഈ ഫ്ലൂയിഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയും ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമ്മൾ ഈ ഫ്ലൂയിഡിനെ എന്ത് ചെയ്യും? ഇതേ കത്തീറ്ററും ബാഗ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രെയിൻ ചെയ്ത് കളയും. ഓക്കെ, ഇതാണ് ഇതിനകത്ത് നടക്കുന്നത്, പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി വായിക്കാം. ഇനി വായിക്കുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ PD എന്നാണ് ഷോർട്ടാക്കി പറയാം കേട്ടോ. ഹീമോ ഡയാലിസിസിന് HD എന്നും പെരിറ്റോണിയൽ ഡയാലിസിസിന് PD എന്നുമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കുക, ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസ് ദ ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ ഡയലൈസർ മെഷീൻ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളോട് ചോദിക്കാം, ദ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഇൻ വിച്ച് ദ ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, ഇനി നോക്കുക. For this kind of dialysis, the lining of your abdomen or belly area, that is also called peritoneum, is used as a filter. Appo what is peritoneum? Endana peritoneum? It is the lining of your abdomen or belly area. Adu underline cheyidu vekka ട്ടോ. നമ്മുടെ abdominal area lining, belly area lining നെയാണ് നമ്മൾ peritoneum എന്ന് പറയുന്നത്. It is used as a filter. അതാണ് നമ്മൾ അവിടെ ഫിൽറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ട്ടോ. ഇനി നോക്കാം. Before beginning peritoneal dialysis, a minor surgery is required to place a catheter or soft tube in your belly. നേരത്തെ പറഞ്ഞതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മൈനർ സർജറിയിലൂടെ നമുക്ക് ഒരു കത്തീറ്റർ, ഒരു സോഫ്റ്റ് ട്യൂബ് നമുക്ക് പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് എന്ത് ചെയ്യണം?
പ്ലേസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാണ്? ദ ബെല്ലി ഏരിയ ഇസ് ലിറ്റിൽ ബൈ ലിറ്റിൽ ഫിൽഡ് വിത്ത് ഡയാലിസേറ്റ്. ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഈ പിക്ചറിൽ കാണുന്നുണ്ടാവും. ഇതിനകത്ത് ഫ്ലൂയിഡ് ആണ്. ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡിനെ നമ്മൾ ഈ ട്യൂബ് വഴിയായിട്ട് എവിടേക്ക് കയറ്റി വിടുകയാണ്? പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കുകയാണ്. എന്താണ് ഡയാലിസേറ്റ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ ക്ലെൻസിങ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ഡയാലിസൈറ്റ്? It is a cleansing fluid that is made from a mixture of water, salt and other additives. അപ്പൊ നമ്മൾ ഈ പറയുന്ന വാട്ടർ, സാൾട്ട്, മറ്റുള്ള അഡിക്റ്റീവ്സുകളെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ക്ലെൻസിങ് ഫ്ലൂയിഡ് ആണ് ഡയാലിസേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആസ് ബ്ലഡ് ഫ്ലോസ് നോർമലി ത്രൂ ദ ഏരിയ, ആ ഏരിയയിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ആർ പുൾഡ് ഔട്ട് ഓഫ് ദ ബ്ലഡ് വെസൽ ആൻഡ് ഇൻ ടു ദ ബെല്ലി ഏരിയ ബൈ ദ ഡയാലിസേറ്റ് അല്ലെ. അപ്പൊ ഡയാലിസേറ്റ് ദ്രാവകത്തിലോട്ട് ബ്ലഡിൽ നിന്നുമുള്ള മാലിന്യങ്ങള് അബ്സോർബ് ചെയ്യപ്പെടുകയാണ്, ആഗിരണം ചെയ്യപ്പെടുകയാണ്. ഏതുപോലെയാണ് പറയണവര് പറയണേ? ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്. ശരിക്കും ഒരു മാഗ്നറ്റ് ഇരുമ്പിനെ ആകർഷിക്കില്ലേ? അതുപോലെ ബ്ലഡിൽ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള മാലിന്യങ്ങള് ഈ ഒരു മാഗ്നറ്റ് വലിക്കുന്ന പോലെ തന്നെ ഈ പറയുന്ന ഫ്ലൂയിഡിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാല് ദ ഫ്ലൂയിഡ് മിക്സ്ചർ ഈസ് എംപ്റ്റീഡ് ഔട്ട് ഫ്രം യുവർ ബെല്ലി യൂസിംഗ് ദ സെയിം catheter ആൻഡ് ബാഗ് ദാറ്റ് വാസ് യൂസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഫ്ലൂയിഡ് മിക്സ്ചറിന് അതേ കത്തീറ്ററും ബാഗും ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നോക്കാം. Peritoneal dialysis can be done almost anywhere if you have the supplies needed to do the treatment. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ്, ശരിക്കും പറഞ്ഞ ഇതിന് കത്തീറ്ററും അതുപോലെ ബാഗും ഫ്ലൂയിഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പെരിറ്റോണിയൽ ക്യാവിറ്റി എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം പറഞ്ഞത് ഡയാലിസിസ് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം, വീട്ടിൽ ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ വിചാരിച്ചു വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റും ഈ സംഭവം. ഈ പറയുന്ന സാധന സാമഗ്രികൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നാണെന്ന് തോന്നുന്നു നമ്മുടെ കേരള ഗവൺമെന്റ് ഈ ഒരു പെരിറ്റോണിയൽ എന്താ പറയുക ഡയാലിസിസ് പദ്ധതി, അതായത് ഏകദേശം ഒരു 11 ജില്ലകളിലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സ്കീമൊക്കെ കൊണ്ടുവരെയുണ്ടായി. ഇപ്പൊ അത് വെള്ളത്തിലായി തോന്നുന്നു. പക്ഷെ 2 വർഷം മുമ്പ് അങ്ങനെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വരികയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. നമുക്ക് ഇപ്പൊ ഈ പറയുന്ന കത്തീറ്ററും ബാഗും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. കാര്യം ഒരു ചെറിയൊരു സർജറിയിലൂടെ നമ്മൾ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ടാസ്ക് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പിന്നീടുള്ള പ്രൊസീജിയറുകൾ മുഴുവൻ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചർച്ചയിലുണ്ടായിരുന്നു. അതായത് നമ്മുടെ കേരളത്തിലെ 11 ജില്ലകളിൽ അത് നടപ്പിലാക്കാനുള്ള ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് എനിക്ക് തോന്നുന്നു അതില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസ് മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കേട്ടോ. വിവിധ തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതൊക്കെയാണ്? അതായത് പെരിറ്റോണിയൽ ഡയാലിസിസ് തന്നെ 3 ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആ 3 ടൈപ്പ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഒന്നാമത്തെ നോക്കാം. പെരിറ്റോണിയൽ ഡയാലിസിസ് ആർ ഓഫ് 3 ടൈപ്സ് കേട്ടോ. 3 ടൈപ്പ് ആണുള്ളത്. ഒന്ന് വന്നിട്ട് CAPD, കണ്ടോ കുറെ ഷോർട്ട് ഫോമുകൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് CAPD, രണ്ടാമത്തത് CCPD ആൻഡ് തേർഡ് വൺ IPD. ഇതൊക്കെയാണ് CAPD, CCPD ആൻഡ് IPD. അപ്പൊ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ ഫുൾ ഫോമുകളാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് നോക്കാം CAPD. CAPDയുടെ ഫുൾ ഫോം എന്താണ്? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്താണ്? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. എന്നോട് പറയാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അതാണ് CAPD. CCPD എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ്
കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് കേട്ടോ. PD എന്ന് കാണുമ്പോൾ പെരിറ്റോണിയൽ ആണ്, പെരിറ്റോണിയൽ ഡയാലിസിസ്. ദെൻ IPD എന്താണ്? ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതാണ് 3 ഫോമുകൾ കേട്ടോ. ഇനി ഓരോന്നിന്റെ പ്രത്യേകതകൾ എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പോ അത് നമ്മൾ പഠിക്കുമ്പോൾ അതിന് തന്നെ ആംബുലേറ്ററി എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ അർത്ഥമാക്കുന്നത്? ആംബുലേറ്ററി എന്ന് പറയുമ്പോൾ നീങ്ങാവുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ സഞ്ചരിക്കാവുന്നത്, അങ്ങനെയൊക്കെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. ആംബുലേറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? നീങ്ങാവുന്നത്, നടക്കാവുന്നത്, സഞ്ചരിക്കാവുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൊരു മീനിങ് ഉണ്ട് കേട്ടോ. അത് മനസ്സിലിരിക്കട്ടെ. അത് വെച്ചുകൊണ്ട് നമുക്കത് പലതും എന്താ പറയാ കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നോക്കുക, ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. CAPDക്ക് എന്ത് വേണ്ട? മെഷീൻ വേണ്ട. ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഇതിന് മെഷീൻ ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, ഒന്നാമത്തേത് കേട്ടോ. ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഒരു മെഷീൻ ഇതിന് ആവശ്യമായിട്ട് വരുന്നില്ല. എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ 3 to 5 times a day ഡ്യൂറിംഗ് വേക്കിംഗ് അവേഴ്സ്. അപ്പോ എക്സ്ചേഞ്ചുകള് ഒരു ദിവസത്തില് ഒരു 3 തവണ തൊട്ട് 5 തവണ വരെ എക്സ്ചേഞ്ചുകൾ നടത്താവുന്നതാണ്. അതും എപ്പോഴാണ്? ഡ്യൂറിംഗ് വേക്കിംഗ് അവേഴ്സ്, അതായത് രോഗി ഉണർന്നിരിക്കുന്ന സമയത്ത്. അപ്പോ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ആ ഫ്ലൂയിഡ് പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ആ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് കളയുന്നുണ്ട് അല്ലെ? അതാണ് ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞത്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നമ്മൾ ഫ്ലൂയിഡ് നിറയ്ക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രെയിൻ ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഫ്ലൂയിഡ് നിറയ്ക്കുന്നു, കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും നമ്മളത് എന്ത് ചെയ്യണം? ഡ്രെയിൻ ചെയ്യണം. അപ്പൊ അതാണ് ഒരു എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് സാധാരണ രോഗി ഉണർന്നിരിക്കുന്ന സമയങ്ങളിലാണ് ചെയ്യുന്നത്. വേക്കിംഗ് അവേഴ്സ് ആണ് കേട്ടോ. ഉണർന്നിരിക്കുന്ന സമയങ്ങളില് ദിവസത്തിന് ഒരു 3 തൊട്ട് 5 തവണ വരെ എന്ത് ചെയ്യാവുന്നതാണ്? CAPD ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ അർത്ഥമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാല്, ആംബുലേറ്ററി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നടക്കാവുന്നത്, നീങ്ങാവുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മള് വേക്കിംഗ് അവർ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ആളുകൾ എല്ലാവരും ആക്ടിവിറ്റി, നമ്മൾ പല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയമാണ് അല്ലെ? രാത്രിയല്ല എന്തായാലും അല്ലെ? ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഡേ ടൈം ആണ്. ആ സമയത്ത് എല്ലാവരും എന്തെങ്കിലും ജോലികളിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും അല്ലെ? അപ്പൊ ആ സമയത്ത് എന്താ പറയാ, അതുകൊണ്ട് വേക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന് നമ്മൾ ഒരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് വിചാരിക്കാം. മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ ഇരിക്കേണ്ടതായിട്ട് വരും അല്ലെ? ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ആ മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നേരും അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വേണ്ട? ആംബുലേറ്ററി ആണ്. നമുക്ക് നടക്കാവുന്നത്, നീങ്ങാവുന്നത് എന്ന് പറയുമ്പോൾ ഡേ ടൈം തന്നെയാണ്. നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത് ഏത് സമയത്താ? ഡേ ടൈം ആണ്. ദാറ്റ് മീൻസ് വേക്കിംഗ് അവേഴ്സ് ആണ്, ഉണർന്നിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ നിന്നുള്ളൊരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്താണ്? ഇതിന് മെഷീൻ ആവശ്യമില്ല. മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നടക്കാനും നീങ്ങാനും ഒന്നും പറ്റില്ല അല്ലെ? നമ്മൾ ആ മെഷീനോട് ചേർന്ന് അവിടെ തന്നെ അങ്ങനെ ഇരിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ മെഷീൻ ഇല്ലാത്തത് കാരണം കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ഫ്ലൂയിഡ് നിറയ്ക്കാം. പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് ഫ്ലൂയിഡ് നിറച്ചിട്ട് നമ്മൾ ആ പുറത്തേക്കുള്ള ആ വാൽവ് ഉണ്ടല്ലോ, അത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. ക്ലോസ് ചെയ്ത് നമുക്ക് നമ്മുടേതായ പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ആ വാൽവ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് ആ ഒരു ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടും. CAPD എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. അതിന് മെഷീൻ ആവശ്യമില്ല. ഓക്കെ, എങ്കിലല്ലേ നമുക്ക് നടക്കാനും നീങ്ങാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ ഏത് സമയത്താണ്? വേക്കിംഗ് അവേഴ്സിനാണ് കേട്ടോ. ഉണർന്നിരിക്കുന്ന സമയങ്ങളില് ദിവസത്തില് 3 തൊട്ട് 5 തവണ വരെ എക്സ്ചേഞ്ചുകൾ നടത്താവുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് CAPD. ഓക്കെ, ക്ലിയർ ആയല്ലോ? നിങ്ങളോട് ചോദിക്കൂ കേട്ടോ, വിച്ച് പെരിറ്റോണിയൽ ഡയാലിസിസ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ? മെഷീൻ ആവശ്യമില്ലാത്ത പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം CAPD ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? CCPD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് നീഡ്സ് ദ യൂസ് ഓഫ് എ പെർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ഡയാലിസിസ് മെഷീൻ നമുക്ക് ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസിന് ആവശ്യമില്ല. ഇതിൽ CAPDക്ക് മാത്രമാണ് മെഷീൻ ആവശ്യമില്ലാത്തത് കേട്ടോ. ബാക്കി 2 എണ്ണത്തിന് നമുക്ക് എന്ത് വേണം? മെഷീൻ വേണം. ഓക്കെ, അപ്പോ this type of dialysis is performed automatically when the patient is
സ്ലീപ്പിംഗ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ പേഷ്യന്റ് ഉറങ്ങുന്ന സമയങ്ങളിൽ, അതായത് നൈറ്റ് ടൈമിലാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത്. കാരണം ഇതിന് മെഷീൻ വേണം. അപ്പൊ മെഷീൻ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെഷീനോട് കണക്ട് ആയി നമ്മൾ ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഏറ്റവും സൗകര്യം രാത്രി സമയമാകുമ്പോഴേക്കും ആളുകൾ ഉറങ്ങാൻ കിടക്കും അല്ലെ. അപ്പൊ ആ സമയത്ത് ഈ മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ. ഇറ്റ് നീഡ്സ് യൂസ് ഓഫ് ഡയാലിസിസ് മെഷീൻ ആവശ്യമുണ്ട്. ഇത് ഏത് സമയത്താണ് സാധാരണ ചെയ്യുന്നത്? രണ്ട് പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ് കേട്ടോ. പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്താണ് സാധാരണയായിട്ട് ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ IPD എന്ന് പറയും കേട്ടോ. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് CCPD ബട്ട് ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ. ഓക്കെ, അപ്പൊ IPD എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ആണ്. ഇന്റർമിറ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന എക്സ്ചേഞ്ച് ഉണ്ടാവും. അതായത് നമുക്ക് അധികം ടൈം ഉണ്ടാവില്ല, ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ എക്സ്ചേഞ്ച് നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലും എന്താവശ്യമാണ്? മെഷീൻ ആവശ്യമാണ്. പക്ഷെ പ്രത്യേകതയുണ്ട്, അത് ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ. ട്രീറ്റ്മെന്റ് കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെന്തായിരിക്കും? ഈ ട്രീറ്റ്മെന്റ് കുറെ കൂടെ ലോങ്ങർ ആയിരിക്കും. ഓക്കെ, ഈ ട്രീറ്റ്മെന്റിന് കുറച്ച് ലോങ്ങർ ആയിരിക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം. IPD നമുക്ക് എവിടെ ചെയ്യാം? വീട്ടിൽ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. പക്ഷെ പൊതുവെ എവിടെ ചെയ്യാറ്? ഹോസ്പിറ്റലിലാണ് ചെയ്യാറ്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും, പക്ഷെ എങ്കിലും നമുക്കറിയാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ളത് എവിടെ ചെയ്യാന്നുള്ളതാണ്? ഹോസ്പിറ്റലിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ 3 ടൈപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും: CAPD, CCPD, IPD. ഇതിൽ മെഷീൻ ആവശ്യമായിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ അത് മെഷീൻ ആവശ്യമില്ലാത്തത് ഏതാണ്? CAPDക്കാണ് കേട്ടോ. ബാക്കി 2 എണ്ണത്തിന് എന്ത് ആവശ്യമുണ്ട്? മെഷീൻ ആവശ്യമുണ്ട്. CAPD നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? വേക്കിംഗ് അവേഴ്സിലാണ്. CCPD എപ്പോഴാണ് ചെയ്യുന്നത്? സ്ലീപ്പിംഗ് അവേഴ്സിലാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നോക്കാം, ദ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് നീഡഡ് ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് ആൾസോ നോൺ ആസ് എക്സ്ചേഞ്ച്. The number of treatments per day will differ depending on the type of PD you are using and your medical condition. അപ്പൊ നമ്മള് ഇതില് ഇപ്പൊ 3 ടൈപ്പ് നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകള് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകള്, പിന്നെ ഓരോ എക്സ്ചേഞ്ചിന് എടുക്കുന്ന ഡ്യൂറേഷൻ. എക്സ്ചേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ? നമ്മൾ ഫ്ലൂയിഡ് നിറയ്ക്കുന്നു, കുറച്ച് കഴിഞ്ഞ് അത് ഡ്രെയിൻ ചെയ്ത് കളയുന്നു, വീണ്ടും നമ്മൾ നിറയ്ക്കുന്നു. അതാണ് എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എത്ര പ്രാവശ്യം എക്സ്ചേഞ്ചസ് ചെയ്യണം, അതുപോലെ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഈ ട്രീറ്റ്മെന്റുകൾ നടത്തണം എന്നുള്ളതൊക്കെ എന്തിനെ ആശ്രയിച്ചിരിക്കും? ഏത് ടൈപ്പ് ഓഫ് PD ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഏത് ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണോ നമ്മുടെ ഡോക്ടർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ എന്തൊക്കെ എക്യുപ്മെന്റുകൾ വേണം, എത്ര സമയം അത് ചെയ്യണം, എത്ര ഗ്യാപ്പിൽ അത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷനും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ വളരെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് IPD ചെയ്യേണ്ടതായിട്ട് വരും, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എക്സ്ചേഞ്ച് നടത്തേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതൊക്കെ ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷനെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. ഇനി നോക്കാം, നോർമലി ദിസ് പ്രോസസ് ടേക്സ് എ ഫ്യൂ അവേഴ്സ് ആൻഡ് ഇസ് റിക്വയർഡ് ടു ബി റിപ്പീറ്റഡ് 4 to 6 times per day. പൊതുവെ നമ്മൾ ഈ പറയുന്ന പ്രോസസ്സിന് കുറച്ച് മണിക്കൂറുകൾ എടുക്കും കേട്ടോ. എങ്കിലും ദിവസത്തില് 4 മുതൽ 6 തവണ വരെ പൊതുവെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? എക്സ്ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ്? 4 മുതൽ 6 തവണ വരെ എക്സ്ചേഞ്ചുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് കോൾഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് പഠിക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നമ്മൾ 2 ടൈപ്പ് അല്ലേ പറഞ്ഞത് അല്ലെ? ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസ്, അങ്ങനെ 2 ടൈപ്പാണ് പറഞ്ഞത്. പക്ഷെ അവിടെ C എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത്. ഒരു 3ാമതൊരു ടൈപ്പ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും 3ാമത്തെ ടൈപ്പ് അല്ല, 2 ടൈപ്പ് തന്നെ ഉള്ളൂ, ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും.
പിന്നെ അവിടെ സി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നു എന്ന് മാത്രം. മൂന്നാമത്തത് ഞാൻ പറയുന്നില്ല. ഇത് വന്നിട്ട് CRRT ആണ് കേട്ടോ, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതും ഒരു ഡയാലിസിസ് മെത്തേഡ് ആണ്. അതെന്തുകൊണ്ട് മൂന്നാമത്തെ ടൈപ്പായി പറയാത്തതിനുള്ള റീസൺ എന്താണെന്നറിയോ? അതും എന്ത് തന്നെയാണ്, ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ്. ഓക്കെ, CRRT എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മൾ പ്രത്യേക ടൈപ്പായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏതുപോലെ തന്നെയാണ്, ഹീമോ ഡയാലിസിസ് പോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് മൂന്നാമതൊരു ടൈപ്പായിട്ട് അതിനെ പറയാത്തത്. ഓക്കെ, ടെക്സ്റ്റിനകത്ത് സീന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഡയാലിസിസ് എത്ര ടൈപ്പാണ്? മെയിൻ ആയിട്ട് 2 ടൈപ്പ് അല്ലോ, പെരിറ്റോണിയൽ ഡയാലിസിസും ഹീമോ ഡയാലിസിസും. അതിന് ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ് നമ്മൾ ഈ പഠിക്കുന്ന CRRT കേട്ടോ. അപ്പൊ ആദ്യം തന്നെ CRRTയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കാം. എന്താണ്? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. എന്താണ്? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. എന്താണ് CRRTയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് വന്നിട്ട് ICUയിലുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഡയാലിസിസ് മെത്തേഡ് ആണ് CRRT എന്ന് പറയുന്നത്. ICU പേഷ്യൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? ഏറ്റവും ഗുരുതരമായിട്ടുള്ള പേഷ്യൻസ് അല്ലെ, ICUയിലുള്ള പേഷ്യന്റ് എന്ന് പറയുമ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് അതും 24 മണിക്കൂറും, അതായത് തുടർച്ചയായിട്ടുള്ള രീതിയിൽ നടത്തുന്ന ഒരു ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് ആണ്. ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തോട്ട് എടുക്കുന്നുണ്ട്. ബ്ലഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു, അതിനെ ഫിൽട്ടർ ചെയ്യുന്നു, തിരിച്ച് നമ്മൾ കയറ്റി വിടുന്നു. പിന്നെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാല്, നമ്മൾ വെറുതെ ബ്ലഡിനെ കടത്തി വിടുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു മിക്സ്ചറുമായിട്ട്, അതായത് ഒരു ഇത് പറയുന്നുണ്ട്, ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് ഉണ്ട് കേട്ടോ. ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ബ്ലഡിനെ ശരീരത്തിനകത്തോട്ട് കടത്തിവിടുന്നത്. ഒന്നുകൂടെ കേൾക്കാം. അതായത് ഹീമോഡയാലിസിസ് പോലെ തന്നെയാണ് ബ്ലഡിനെ നമ്മൾ വെളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്, മെഷീനിലൂടെ കടത്തിവിടുന്നുണ്ട്, പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ മറ്റുള്ളവരൊക്കെ നേരിട്ട് കടത്തിവിടുകയല്ലേ ചെയ്ത് ഹീമോഡയാലിസിസ്. അതിന് പകരം ഇവിടെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ നമ്മളൊരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് എങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്? ശരീരത്തിനകത്തോട്ട് കയറ്റിവിടുന്നത്. അപ്പൊ എന്തിനാ ഈ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡായിട്ട് മിക്സ് ചെയ്യുന്നത്? എന്തിനാ? എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ട് അല്ലെ. പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന രോഗിയുടെ ആ ഒരു ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാര്യം നമ്മൾ CRRT കൊടുക്കുന്നത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ്, ICU പേഷ്യൻസിനാണ് കൊടുക്കുന്നത്. ICU പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് കിഡ്നി തകരാറ് മാത്രമായിരിക്കില്ല, മറ്റു പല ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പല ഓർഗൻസുകളൊക്കെ തകരാറിലായിട്ടുള്ള വളരെ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്കൊരു റെഗുലർ ഹീമോ ഡയാലിസിസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു റെഗുലർ ഹീമോ ഡയാലിസിസിന് അവരുടെ ബോഡി ഒരിക്കലും ടോളറേറ്റ് ചെയ്യില്ല. അത് അവർക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് വളരെ സാവധാനത്തില്, വളരെ പതുക്കെ 24 മണിക്കൂറും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു CRRT എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പോലെ ഹെൽത്തി അല്ലല്ലോ അവര്. അപ്പൊ അതൊരു റെഗുലർ ഹീമോഡയാലിസിസ് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വളരെ പതുക്കെ 24 അവർ എടുത്തെന്ന് വെച്ചാൽ വളരെ തുടർച്ചയായിട്ട് എന്താ പറയുക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹീമോഡയാലിസിസ് ആണ് CRRT. പിന്നെ ഇങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് മിക്സ്ചർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക രോഗിയുടെ ആ ഒരു ഫ്ലൂയിഡ് ഒക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓൾറെഡി അവർ വീക്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആണല്ലോ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിൽ കാര്യമായിട്ടുള്ള ഒരുപാട് ഫ്ലൂയിഡ് ഇംബാലൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെ തുടർന്ന് അവരുടെ സിറ്റുവേഷൻ കുറെ കൂടെ വേഴ്സ് ആവും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റീപ്ലേസ്മെന്റ് ലിക്വിഡായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ബ്ലഡിനെ ശരീരത്തിനകത്തോട്ട് കയറ്റി വിടുന്നത്. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങള് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? CRRT എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, CRRT എന്ന് വായിക്കാം കേട്ടോ. നോട്ട് ചെയ്യേണ്ട പോയിന്റുകളൊക്കെ ഉണ്ട്. നോക്കുക. This therapy is used mainly in the intensive care unit for people with severe kidney failure. അതാണ് ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. അത് അങ്ങനെ തന്നെ ചോദിക്കാം. അതായത് ഇന്റൻസീവ് ICUയിലുള്ള കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഡയാലിസിസ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത് CRRT ആണ്, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഓക്കെ, ഇനി എന്താണ്? ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഹീമോ ഫിൽട്രേഷൻ, മറ്റൊരു പേര് കേട്ടോ. CRRT
പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഹീമോഫിൽട്രേഷൻ. എന്താണ് പറയാ? ഹീമോഫിൽട്രേഷൻ. ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ഹീമോഫിൽട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു പുതിയ സംഭവം വിചാരിക്കരുത്. CRRTന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഹീമോഫിൽട്രേഷൻ. ഓക്കെ, പിന്നെന്താണ്? എ മെഷീൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്. നേരത്തെ പോലെ തന്നെ ഹീമോഡയാലിസിസ് പോലെ തന്നെയാണ്. ഒരു മെഷീൻ ഉണ്ട്, അതിലൂടെ നമ്മൾ ബ്ലഡ് ട്യൂബ് വഴിയായിട്ട് ബ്ലഡിനെ നമ്മൾ പാസ് ചെയ്യാണ്. ഒരു വലിയൊരു ട്യൂബിംഗ് സിസ്റ്റം ഒക്കെ അതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ എ ഫിൽറ്റർ ദെൻ എലിമിനേറ്റ്സ് വേസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് വാട്ടർ. അപ്പൊ അതിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ. അപ്പൊ ആ ഫിൽറ്ററിലൂടെ വേസ്റ്റ് പ്രോഡക്റ്റും അധിക ദ്രാവകങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെടും? ഫിൽട്ടർ ചെയ്യപ്പെടും, അങ്ങനെ പ്യൂരിഫൈ ചെയ്യും. Then the blood is returned to the body together with the replacement fluid. Together with the replacement fluid എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ നേരിട്ട് കയറ്റി വിടുകയാണോ ചെയ്യുന്നത്? അല്ല, റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ബോഡിയിലോട്ട് അതിനെ തിരിച്ച് കയറ്റി വിടുന്നത്. ഇനി എന്താണ് അടുത്തൊരു പ്രത്യേകത? എന്താണ്? ദിസ് പ്രൊസീജിയർ ഈസ് ഡിസ്ചാർജ്ഡ് 12 to 24 hours a day, നോർമലി എവറി ഡേ. അതായത് എല്ലാ ദിവസവും തുടർച്ചയായിട്ട്, അതായത് 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ്? ഇതൊരു 24 hour ഡയാലിസിസ് ആണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേര് ഹീമോഫിൽട്രേഷൻ ആണ്. ഓക്കെ, ഇതും ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് ആണ്. ഇവിടെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബോഡിയിലോട്ട് കടത്തിവിടുന്നത്. എന്തിനാ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് വെച്ച് മിക്സ് ചെയ്യണേന്ന് അറിയാലോ. അതായത് ആ ഒരു ബ്ലഡിന്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, അവരുടെ ഫ്ലൂയിഡ് ബാലൻസ് ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാനുണ്ടായിരുന്നത് കേട്ടോ. ഹീമോ ഡയാലിസിസ് എന്താണ്, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്, CRRT. ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് ഷോർട്ട് ഫോമുകൾ അതിനകത്ത് പഠിച്ചു കേട്ടോ. അതായത് ആദ്യം തുടക്കം തന്നെ പഠിച്ചു ARF, അക്യൂട്ട് റീനൽ ഫെയിലിയർ. അതിനെ തന്നെയാണ് നമ്മൾ AKI എന്ന് പറയുന്നത് കേട്ടോ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അതുപോലെ ESKD, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ HD എന്താ? ഹീമോ ഡയാലിസിസ്. PD എന്താ? പെരിറ്റോണിയൽ ഡയാലിസിസ്. PD തന്നെ 3 ടൈപ്പ് പഠിച്ചു കേട്ടോ. CAPD, CCPD, IPD. ഇതിനൊക്കെ ഫുൾ ഫോം നോക്കി വെക്കണം കേട്ടോ. CAPD കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. CCPD എന്താണ്? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. IPD എന്താണ്? ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ദെൻ നമ്മൾ പഠിച്ചത് CRRT. CRRTയുടെ ഫുൾ ഫോം എന്താണ്? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഓക്കെ, ഇത്രയും മതി കേട്ടോ. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഡയാലിസിസിന്റെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾക്ക് ഈ പറയുന്ന ഡയാലിസിസിന്റെ ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പിന്നെ ഹീമോ ഡയാലിസിസിന്റെ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പ്രധാനപ്പെട്ട ആഫ്റ്റർ ഇഫക്റ്റ്, എല്ലാത്തിനും അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. പിന്നെ ഡയാലിസിസ് സെന്റർ എന്താണ്, അതൊക്കെ ഒന്ന് പഠിക്കണം. പിന്നെ ഡയാലിസിസ് കോർഡിനേറ്റർ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇതോടുകൂടി ആ ഒരു ചാപ്റ്റർ നമ്മുടെ അവസാനിക്കും കേട്ടോ. അപ്പൊ മെയിൻ ഭാഗങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ ഓക്കെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇത് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം, IPD ഒന്നുകൂടെ പറയാമോ? ഏതാണ് IPD എന്ന് പറഞ്ഞാൽ? ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന പെരിറ്റോണിയൽ എന്ന് വെച്ചാൽ കൂടുതൽ സമയം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഫ്ലൂയിഡ് നിറയ്ക്കുക, ഡ്രെയിൻ ചെയ്യുക, അങ്ങനെ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് IPD എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് ഹോസ്പിറ്റൽ മാത്രം ചെയ്യാൻ പറ്റില്ല? ഇതാണ് ഹോസ്പിറ്റൽ മാത്രം അത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഹോസ്പിറ്റലില് അത് വീട്ടിൽ ചെയ്യാം, പക്ഷെ കൂടുതലും എന്താ നല്ലത്? ഹോസ്പിറ്റലിൽ ചെയ്യാണ് നല്ലത് IPD. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇന്റർമിറ്റന്റ് ആയിട്ട് ചെയ്യേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ ഒരു അസിസ്റ്റൻസ് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെയ്യാണ് കുറേ കൂടെ ബെറ്റർ കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഇത്രയും ഭാഗങ്ങളൊക്കെ വായിച്ച് നല്ലപോലെ മനസ്സിലാക്കാം.
ഓക്കെ താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം.